ഭയഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ കാണപ്പെടണം. ആരാധന തീർന്നാലും വീട്ടിലേക്ക് പോകുന്ന വഴിയിലും സ്തോത്രത്തോടെ, സ്തുതിയോടെ, ദൈവഭക്തിയോടെ, ദൈവഭയത്തോടുകൂടെ പോകണം. അത് നമ്മുടെ അഭിഷേകത്തെ, ദൈവ സാന്നിധ്യത്തെ നിലനിർത്തും. വായിലെ വാക്കുകൾ കൊണ്ട് ശപിക്കപ്പെടരുത്. ദൈവപുത്രന്മാരായി, സ്തോത്രം ചെയ്യുന്ന ദൈവപുത്രന്മാരായി, സ്തുതിക്കുന്ന ദൈവപുത്രന്മാരായി, ആരാധിക്കുന്ന ദൈവപുത്രന്മാരായി ആരാധന സമയം മാത്രമല്ല എപ്പോഴും കാണപ്പെടണം. ആരെയും തരം താഴ്ത്തുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. അത് പഴയ മനുഷ്യന്റെ സ്വഭാവം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് പുതിയ മനുഷ്യൻ. നമ്മളെക്കാൾ മറ്റുള്ളവരെ കൊള്ളാമെന്ന് വിചാരിക്കുന്നത്, മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്ന് വിചാരിക്കുന്നത് പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യന്റെ സ്വഭാവം വേണ്ട, പുതിയ മനുഷ്യന്റെ സ്വഭാവം എടുക്കാം. പുതിയ മനുഷ്യൻ ഉയരത്തിലുള്ളതിനെ സ്നേഹിക്കും, ദൈവത്തിലുള്ളതിനെ സ്നേഹിക്കും, ദൈവവചനത്തെ സ്നേഹിക്കും, ദൈവവചനപ്രകാരം അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തും. അങ്ങനെയുള്ള പുതിയ മനുഷ്യരായി നമുക്ക് മാറാം. പുതിയ മനുഷ്യരായി മാറിയാൽ അഭിഷേകം നമ്മിൽ തങ്ങും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ തങ്ങും.